ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ വർക്ക് ബുക്കാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. 1ാമത്തെ പാഠമായിട്ടുള്ള മഴയോ മഴ എന്നതിൻ്റെ വർക്ക് ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ മഴയോ മഴ എന്നുള്ള കവിതയും അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് STD2 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1.1 പ്രവർത്തനം 1.1 നിറം നൽകാം. സ്കൂൾ തുറന്നു, മഴയും വന്നു. മഴ ഇഷ്ടപ്പെടാത്തവരായി ആരാനുള്ളത്? ഒരു മഴച്ചിത്രം നോക്കാം, നിറം നൽകാം. നമുക്കവിടെ താഴെ നല്ല മനോഹരമായിട്ടുള്ള ഒരു മഴച്ചിത്രം തന്നിട്ടുണ്ടല്ലേ. 2 കുട്ടികൾ മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കുട്ടി കൂടെ ചൂടിയിട്ടുണ്ട്, ഒരു കുട്ടി കൂടെ ചൂടിയിട്ടില്ല. മഴ പെയ്യുന്നുണ്ട്, അവിടെ കുളങ്ങളുണ്ട്, കുളത്തിൽ മീനുകളുണ്ട്, ഒരു മലയുണ്ട്, വലിയൊരു മരമുണ്ട് അല്ലേ. അപ്പൊ അതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നിറം മക്കൾ നൽകി നോക്കണേ. പ്രവർത്തനം 1.2 ചൊല്ലി രസിക്കാം. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ചെറിയൊരു കവിതയാണ് കേട്ടോ. അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താ, മഴക്കവിതകൾ ശേഖരിക്കാം. ഇതുപോലെയുള്ള നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള മഴക്കവിതകൾ ശേഖരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു 4-5 മഴക്കവിതകൾ തരുന്നുണ്ട്. നിങ്ങൾക്കത് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. മഴ 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 പെയ്യുന്നു, പല പല താളം കേൾക്കുന്നു. മഴ 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 പെയ്യുന്നു, ഇടിയും വെട്ടി പെയ്യുന്നു. മഴ 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 പെയ്യുന്നു, കുന്നിൻ ചെരുവിൽ പെയ്യുന്നു. പെരുമഴ പെയ്തു, കുഞ്ഞിക്കുളം നിറഞ്ഞു, അതിലൊരു തവള പേക്രോം പേക്രോം. മഴ 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 മാനത്തൂന്നൊരു മലർമഴ മധുമഴ മധുരമഴ, തുള്ളി 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 വരുന്നൊരു തൂമഴ തുകിൽ മഴ തുമ്പിമഴ, ചീറി 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 വരുന്നൊരു ചെമ്മഴ ചിരിമഴ ചില്ലുമഴ, തവളക്കുട്ടന് തകൃതിമഴ, കുഞ്ഞിക്കണ്ണന് കുസൃതിമഴ. ചിന്നിത്തെറിക്കും നറുമുത്തുപോലെ, നീളുന്ന വെള്ളിത്തെളി നൂലുപോലെ, ആകാശഗംഗാ പ്രസരങ്ങൾ പോലെ, യാഹാദിപ്പു പുതുവർഷത്തോയം. വൈലോപ്പിള്ളി എഴുതിയ കവിതയാണ് കേട്ടോ ഇത്. അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ, എന്തൊരാഹ്ലാദമാ മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ. ബാലാമണി അമ്മ എഴുതിയ 4 വരികളാണ് ഇത്. പനി വരുമുണ്ണി മഴ കൊണ്ടാൽ പോരുക വേഗം നീ, മഴമുത്തുകളുടെ കുളിർമുത്തം രസകരമമ്മേ നനയാൻ വാ. മഴ മഴ പെയ്തു തിമിർക്കട്ടെ, മനസ്സിലതൊന്നു കുളിർക്കട്ടെ. PK ഗോപി എന്ന കവി എഴുതിയ കവിതയാണ് ഇത്. പ്രവർത്തനം 1.3 പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാം. മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താം. പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ എഴുതാം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, കുട. പിന്നെയോ വെള്ളം, പുഴ, മഴവില്ല്, തവള, മേഘം, കാറ്റ്, ഇടി. ഇതെല്ലാം മഴയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഇനി നമ്മോട് ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മാതൃക നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഞാൻ കുട ചൂടി. തെളിവുള്ള മഴവെള്ളം, വെള്ളം എന്ന് വന്നില്ലേ. പുഴ നിറഞ്ഞു കവിഞ്ഞു. മഴ പെയ്തപ്പോൾ മാനത്തൊരു മഴവില്ല്. മഴ പെയ്യാൻ തവള കരഞ്ഞു. മേഘം കറുത്തിരുണ്ടു. കാറ്റ് വീശി. ഇടിവെട്ടി. പ്രവർത്തനം 1.4 പട്ടികപ്പെടുത്താം. മഴ പെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം. അപ്പോൾ വളരെ വലിയൊരു കാറ്റ് വീശുന്നുണ്ടല്ലേ. മരങ്ങളൊക്കെ ആടി ഉലയുന്നുണ്ട്. കുട്ടികൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി കൊടുക്കാം. മഴയ്ക്ക് മുൻപ് എന്തൊക്കെയാ നടക്കുന്നത്? ശക്തമായ കാറ്റ് വീശി, മരങ്ങൾ ആടി ഉലഞ്ഞു, കുട്ടികൾ പേടിച്ചു വിറച്ചു, മരക്കൊമ്പുകൾ ഒടിഞ്ഞു, അലക്കാൻ വിരിച്ചിട്ട തുണികളെല്ലാം പാറി, കിളികളെല്ലാം കൂടണഞ്ഞു. ഇനി മഴയ്ക്ക് ശേഷം എന്താ നടക്കുന്നത് നോക്കിക്കേ. മഴ പെയ്തതിനു ശേഷം ആകാശമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്, പിന്നെയോ കിളികൾ പാറുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. മഴയ്ക്ക് ശേഷം
ചുറ്റിലും തണുപ്പ് പരന്നു. മരങ്ങളിൽ നിന്നും വെള്ളം ഇറ്റി വീഴുന്നു. റോഡും കുളവും പുഴയും വയലും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. കുട്ടികൾ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങുന്നു. കിളികൾ ആകാശത്ത് പറക്കുന്നു. പ്രവർത്തനം 1.5 എഴുതാം. മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം. മഴയുമായിട്ട് ഒരുപാട് കടങ്കഥകൾ ഉണ്ട്, ബന്ധപ്പെട്ട ഒരുപാട് കടങ്കഥകളുണ്ട്. നമുക്കതിൽ ചിലത് നോക്കാം. മാനത്താണ് വീട്, കാറ്റാണ് എനിക്ക് കൂട്ട്, താഴോട്ടാണ് പോക്ക്. ഉത്തരം മഴയാണ്. അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല, കണ്ണീർ വാർത്താണ് തിരികെ യാത്ര. ഉത്തരം മഴ. തുടങ്ങുമ്പോൾ ചന്നം ഭിന്നം, മുറുകുമ്പോൾ പപ്പടം പടപട, കുളിരുന്നു കിടുകിട കിടുകിട. ഉത്തരം മഴ. മിന്നലിൽ ചിരിക്കും, ഇടിയിൽ കരയും. ഉത്തരം മഴ. ആകാശത്ത് കറുത്ത്, ഭൂമിയിൽ നനഞ്ഞ്. ഉത്തരം മഴ. പ്രവർത്തനം 1.6 കുളം. കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണും. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. ഇനി നമുക്കുള്ള ആക്ടിവിറ്റി എന്താ മക്കളെ? നമ്മോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാം. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് കുളം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ പരിചയപ്പെട്ടു. കിണർ, പുഴ, കുഴൽക്കിണർ, കടല്, തടാകം, പിന്നെയോ അരുവി, ഇതെല്ലാം എന്താണ് മക്കളെ? ജലസ്രോതസ്സുകളാണ്. ജലം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണോ അതാണ് ജലസ്രോതസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ ഏതിനേലും കുറിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ഞാനിവിടെ കിണറിനെ കുറിച്ച് എഴുതി തരുന്നുണ്ട് കേട്ടോ. കിണർ ഒരു ജലസ്രോതസ്സാണ്. നമ്മുടെ നാട്ടിലെ പ്രധാന ജലസ്രോതസ് കിണറാണ്. കിണറിലെ വെള്ളമാണ് അധിക ആളുകളും കുടിക്കാൻ ഉപയോഗിക്കുന്നത്. മഴ പെയ്താൽ കിണർ നിറയാറുണ്ട്. വേനലാവുമ്പോൾ കിണറ്റിലെ വെള്ളം വറ്റാറുണ്ട്. പ്രവർത്തനം 1.7 മുങ്ങുമോ പൊങ്ങുമോ? ഊഹിച്ചെഴുതാം. നമുക്കിവിടെ ചില വസ്തുക്കൾ, അതുപോലെ ആ വസ്തുക്കൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോവുമോ പൊങ്ങിപ്പോവുമോ എന്നുള്ള ഊഹവും അതിന്റെ കണ്ടെത്തലും നിങ്ങൾ ചെയ്തിട്ട് കണ്ടെത്തുകയും വേണം. അത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വസ്തു ഇലയാണ്. ഇല വെള്ളത്തിലിട്ടാൽ പൊങ്ങി കിടക്കുമായിരിക്കും അല്ലെ? കണ്ടെത്തുന്നത് പൊങ്ങിക്കിടക്കും. നമ്മൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. പൊങ്ങിക്കിടക്കും. പിന്നെ പ്ലാസ്റ്റിക് കവറ് പൊങ്ങും, പൊങ്ങിക്കിടക്കുന്നു. കല്ല് മുങ്ങും, മുങ്ങുന്നു. ഇരുമ്പ് കഷ്ണം ഊഹം എന്താണ്? മുങ്ങിപ്പോവും. കണ്ടെത്തൽ എന്താണ്? മുങ്ങിപ്പോകുന്നു. പേന മുങ്ങും, മുങ്ങുന്നു. ഇത് നിങ്ങൾ പ്ലാസ്റ്റിക് പേനയാണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ പൊങ്ങിക്കിടക്കും കേട്ടോ. പേപ്പർ പൊങ്ങും, പൊങ്ങിക്കിടക്കുന്നു. ഇനി പരീക്ഷണക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷണത്തിന്റെ പേര് മുങ്ങുമോ പൊങ്ങുമോ. ആവശ്യമായ സാധനങ്ങൾ: ബക്കറ്റ്, വെള്ളം, ഇല, പ്ലാസ്റ്റിക് കവർ, കല്ല്, ഇരുമ്പ് കഷ്ണം, പേന, പേപ്പർ. പരീക്ഷണം ചെയ്യുന്ന വിധം: ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുക്കുക. ശേഷം ഇല, പ്ലാസ്റ്റിക് കവർ, കല്ല്, ഇരുമ്പ് കഷ്ണം, പേന, പേപ്പർ തുടങ്ങിയവ ഓരോന്നോരോന്നായി ആ വെള്ളത്തിലേക്ക് ഇടുക. ഇടുന്ന വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണോ മുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. അപ്പോൾ എൻ്റെ കണ്ടെത്തൽ എന്താണ്? ഇല, പ്ലാസ്റ്റിക് കവർ, പേപ്പർ തുടങ്ങിയവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കല്ല്, പേന, ഇരുമ്പ് കഷ്ണം തുടങ്ങിയവ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. പ്രവർത്തനം 1.8 മഴ തോർന്നാലും മരം പെയ്യും. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. നമ്മളിത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ആ ചൊല്ലുകൾ തന്നെ ഞാൻ ഇവിടെയും ചേർക്കുന്നുണ്ട് കേട്ടോ. മഴയില്ലേൽ പുഴയുമില്ല, മഴയില്ലേൽ വഴി പെരുവഴി, മഴക്കൊമ്പ് പുഴക്കാമ്പ്, മഴ പൊഴിഞ്ഞില്ലേൽ പുഴ കൊഴിയും, മഴ താഴോട്ടില്ലേൽ പുഴ കിഴക്കോട്ട്, മേലാറ് കനിഞ്ഞാലേ കീഴാറ് കവിയൂ, 1000 വേനലിന് അരമഴ, ഇടവത്തിൽ ഇടിവെട്ടും മിഥുനത്തിൽ അടിതട്ടും, ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം, ഇടവത്തിൽ പാതി വർഷം, അശ്വതിയിൽ ചന്നം ഭിന്നം, ഭരണിയിൽ പിന്നം ഭിന്നം, കാർത്തിക കഴിഞ്ഞാൽ കുട വേണ്ട, കാർത്തിക വിളക്ക് കണ്ടാൽ മഴ കിഴക്ക്, കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും, കാലവർഷം കണ്ട് ഓടിയോനും തുലാവർഷം കണ്ട് നിന്നോനും വെറുതെ. ഇനിയും മഴയെക്കുറിച്ച് ഒരുപാട് ചൊല്ലുകളുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് കിട്ടുന്നതുണ്ടെങ്കിൽ ശേഖരിച്ച് എഴുതാവുന്നതാണ്. പ്രവർത്തനം 1.9 വരയ്ക്കാം എഴുതാം. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എഴുതി നോക്കാം. ചിത്രം വരച്ച് നിറം നൽകുകയും ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരച്ചു കൊടുക്കുക. വീടും മരങ്ങളും തോടും പുഴയും ഒക്കെ ആയിട്ടൊരു ചിത്രം വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ നാടിനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതുക. എൻ്റെ നാട് വളരെ മനോഹരമായ നാടാണ്. നിറയെ മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം എൻ്റെ നാട്ടിലുണ്ട്. കുളങ്ങളും കിണറുകളും തോടുകളും അരുവികളും എല്ലാം എൻ്റെ നാട്ടിൽ കാണാം.
സ്കൂൾ വിട്ടു വരുന്ന ഞങ്ങൾക്ക് കളിക്കാനായി അതിമനോഹരമായ മൈതാനങ്ങളും ഉണ്ട്. വൈകുന്നേര സമയങ്ങളിൽ കുന്നുകളിലേക്ക് നോക്കുമ്പോൾ നിറയെ വ്യത്യസ്തമായ പക്ഷികൾ ചേക്കേറുന്നത് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ സെന്റൻസുകളൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ. പ്രവർത്തനം 1.10 വായിക്കാം രസിക്കാം. സമ്മാനം എന്ന് പറയുന്ന ഒരു ചെറിയ ഇത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി പെട്ടി തുറന്നു. ഹായ് JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. ഷിർ. അമ്മു കയറിക്കോളൂ, മണ്ണിടിക്കാൻ പോകാം. അമ്മു ചാടി കയറി. കുന്നിന് താഴെ എത്തി. തുമ്പിക്കൈ മണ്ണിലേക്ക് ഇറങ്ങി. അതാ കുന്നി ഇടിഞ്ഞു വരുന്നു. മരവും ചെടിയും വീടും എല്ലാം ഉണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്നു തരിപ്പണമാകുന്നു. കൂട്ട നിലവിളി. അയ്യോ രക്ഷിക്കണേ. എന്തു പറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ. കയ്യിൽ ഒരു പൊതിക്കെട്ട്. അമ്മ പൊതി അഴിച്ചു. ഒരു JCB. ഈ കഥ എല്ലാ മക്കളും വായിച്ചു നോക്കണേ. ടീച്ചർക്ക് വായിച്ചു കേൾപ്പിക്കുകയും വേണം കേട്ടോ. ഇത്രയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വർക്ക് ബുക്കിലുള്ള പ്രവർത്തനങ്ങൾ, പാഠഭാഗവും ഈ വർക്ക് ബുക്കും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്